അസ്സാം വലൈക്കും പ്രിയമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരിക്കൽ കൂടി സ്വർഗത്തേക്ക് ടിക്കറ്റ് കൊടുക്കുന്ന CM മടവൂർ അല്ലെങ്കിൽ ജിഫ്റ്റി മുത്തുക്കോയ പോലെയുള്ള ആളുകൾ അവർ പറയുന്ന ആ ഒരു കാര്യം ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. ഇവിടെ ആദ്യമേ നമ്മൾ അബൂബക്കർ സഖാഫി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പറയുന്ന ഈ CMൻ്റെ അടുത്ത് പോയിട്ട് മൂപ്പരുടെ ഉമ്മയും കൂടിയും പോയിട്ട് അത് കണ്ടതായിരിക്കും എല്ലാവരും. എന്തായാലും ചെറുതായിട്ടാവുന്ന കാണാം. അത് കഴിഞ്ഞിട്ട് ജിഫ്രി മുത്തുക്കോയ പറയുന്നതും അത് കഴിഞ്ഞിട്ട് സിംസാർലാക്ക് പറയുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നിവിടെ കാണിക്കുവാനുള്ളത്. ഇസ്മായിൽ റിമൂവ് ചെയ്ത വീഡിയോ ഒന്ന് കാണിക്കാം. അതിനുശേഷം ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഇതേ വാദം പറയുന്നുണ്ട്. അതിനുശേഷം മുൻപ് നമ്മൾ നജീബ് മൗലവിയെ കൊണ്ടാണ് അതിന് മറുപടി കൊടുപ്പിച്ചത്. ഇന്ന് നമ്മൾ സിംസാർലാക്കിനെ കൊണ്ടും മറുപടി കൊടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ആരോ എന്തോ പറഞ്ഞു, എന്തോ എഴുതി വെച്ചു, അത് കോതയ്ക്ക് പാട്ടായിട്ട് ഇങ്ങനെ പാടി നടക്കണേ. പ്രിയ സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, വിശ്വാസി സമൂഹമേ, ഈ മൊയ്ലിയാക്കന്മാർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് 99% നുണയാണ്. പിന്നെ 1% എവിടേക്ക് എന്തൊക്കെയുണ്ട്. ചിലത് പറഞ്ഞതിൽ ഒന്നും ഉണ്ടാവില്ല നുണ. 1% ഉണ്ടാവില്ല, 100% നുണയായിരിക്കും. അത് കേട്ടോളിയും, കുറച്ച് കേട്ടോളിയും. റിപ്പീറ്റ് ചെയ്യാണെന്നുള്ള ആ ഒരു കാര്യം മറക്കുക. കാര്യം റിമൂവ് ചെയ്യപ്പെട്ട വീഡിയോ ആയത് കാരണം കൊണ്ടാണ് അത് വീണ്ടും കാണിക്കുന്നത്. ഇൻഷാ അല്ലാ. അപ്പോൾ അറിയും സക്കാഫിയെ, അബൂബക്കർ സക്കാഫി ആഫീസ അത്രേ. കഷ്ടപ്പെട്ടപ്പോ ആരോ ഒന്ന് ഉമ്മയോട് പറഞ്ഞു കൊടുത്തു CM വലിയുള്ളാനെ പറ്റി. CM എന്ന് പറഞ്ഞ മൂലിയാര് കോഴിക്കോട്ടുണ്ടെന്ന് കേട്ടപ്പോ എന്റെ ഉമ്മ എന്നെയും കൊണ്ടുപോയി. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 5ഓ 6ഓ വയസ്സ് CM വലിയുള്ളാന്റെ മുന്നിൽ ഉമ്മ എത്തിയപ്പോ എന്റെ ഉമ്മ അങ്ങോട്ട് കയറി എന്നെയും മുന്നിലാക്കി തട്ടം കൊണ്ട് മുഖം പകുതി മറച്ചു വെച്ചപ്പോ കരഞ്ഞു. എന്റെ ഉമ്മ അങ്ങോട്ട് കയറി ചെന്നു. ഒരു മുസ്ലിയാർക്ക്, ഒരു ഉസ്താദിന് സലാം പറയാൻ ഒരു പെണ്ണിന് പേടി. അങ്ങനെ നിന്നപ്പോ ഉമ്മയോട് ഉപ്പ പറഞ്ഞു, CM വലിയുള്ള പറഞ്ഞു, ആരാ പറഞ്ഞപ്പോ മുസ്ലിയാര് സ്വർഗത്തിലാണ്, പേടിക്കണ്ട. അതിന്റെ വാപ്പന്റെ പേരാണ്. അല്ല, എൻ്റെ വാപ്പ എണിച്ചിട്ട് ഇപ്പം എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ മൂല്യരെ? കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ ഓതിപ്പടിച്ച മൂല്യരാണ്. സക്കാഫിയാണ്, ആഫീസാണെന്നൊക്കെ പറയുന്നുണ്ട്. ഹാഫിളാണ് എന്താ അറിയില്ല കേട്ടോ. എന്താണെങ്കിലും വേണ്ടില്ല, ഒരാൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് പറയണമെങ്കിൽ അള്ളാഹു അറിയിക്കണം. അള്ളാഹു അറിയിക്കൽ നിർത്തിയിട്ടുണ്ട്, അതായത് വഹി നിലച്ചു പോയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് സംഭവം. ഈ വീഡിയോ കാണിച്ചതിനാണ് എനിക്ക് കോപ്പിറൈറ്റും മറ്റുള്ള സ്വീകരണങ്ങളൊക്കെ തന്നത്. ഇനി ഇവിടെ കാണിക്കാനുള്ളത് ഇതേ വാദം മറ്റൊരു കുനാക്കുന, അദ്ദേഹം ഷജറ നേതാവ് മുത്തുക്കോയ തങ്ങൾക്ക് സിംസാറുൽ ഹക്ക് ഹുദവിയുടെ മറുപടി എന്നാണ് പറയുന്നത്. സത്യത്തിൽ മുത്തുക്കോയ തങ്ങൾക്ക് സിംസാറുൽ ഹക്ക് മറുപടി പറഞ്ഞതല്ല, മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് വേറെ. ആ പറഞ്ഞ വിഷയത്തിന് എതിരായിട്ടാണ് സിംസാറുൽ ഹക്ക് വേറൊരിടത്ത് പറഞ്ഞപ്പോൾ വന്നത് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ നമ്മളെന്തായാലും തെറ്റിദ്ധരിപ്പിച്ചു എന്നാരും പറയേണ്ടതില്ല. ദഅവത്താണ് നടത്തുന്നത്, നമുക്ക് തെറ്റിദ്ധരിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ്. എന്തായാലും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, കം ഓൺ സ്റ്റേജ്. അപ്പൊ മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അത് മൂപ്പര് പറഞ്ഞു, എന്റെ പുതിയതായിരുന്നു നരകത്തെ കാക്കുമാരൊക്കെ ചൊല്ലുന്നു. ഇപ്പം എന്തുണ്ടായത്? ഇതൊന്നും ഇങ്ങനെ വിശദീകരിക്കൂട്ടില്ലേ? ഈ മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ എന്താണെന്നറിയോ? അതായത് ഏതോ ഒരു മാലപ്പാട്ടിൽ, എനിക്ക് തോന്നുന്നത് മൊയ്തീൻ മാലയിലാണെന്ന് തോന്നുന്നുണ്ട്, മുഹിയുദ്ദീൻ എന്ന ഇവരുണ്ടാക്കിയ പേരാണ് മൊയ്തീൻ, അത്ര മതി. അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി അല്ലെങ്കിൽ കൈലാനി റഹ്മഹുല്ല, അദ്ദേഹം പണ്ഡിത കേസരിയാണ്, അതിലൊന്നും സംശയമില്ല. അദ്ദേഹം വർഷങ്ങളോളം ദഅവത്ത് നടത്തി വയലു പറഞ്ഞ മുജദ്ദിദായ ഒരു പണ്ഡിതനാണ്, അതിലൊന്നും സംശയമില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇവർ എഴുതി വെച്ചിരിക്കുകയാണ്. ഏതോ തമിഴൻ്റെ മാലയിൽ പൊട്ടനും എഴുതിയിരിക്കുകയാണ്. എന്താണ് എഴുതിയിരിക്കുന്നത്? എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞെന്നോവർ എന്നോവറാക്കി പാടിയിരിക്കുകയാണ്. രീതിയില്ലെന്നൊക്കെ പറയും. എൻ്റെ പാട്ടുകളൊക്കെ കണ്ടമാനം ആ സുലൈമാനല്ല, എന്താണ് ഇസ്മായിൽ റിപ്പോർട്ട് അടിച്ചിട്ട് വീഡിയോ പോയിട്ടുണ്ട്. അപ്പം എൻ്റെ കുറച്ച് പാട്ടുകൾ ഞാനിവിടെ പാടും. രീതിയില്ല എന്നും പറഞ്ഞിട്ട് കളിയാക്കാൻ വരരുത്. ഈ നരകത്തെ കാക്കും മലക്ക് മൊയ്തീൻ ഷെയ്ഖ്, ഇവരുടെ മൊയ്തീൻ ഷെയ്ഖിനോട്, അല്ലാണ്ട് അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിനോടല്ല. അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്, എഴുതിയിട്ടാണ് ഈ ലോകം വിട്ടു പോയിട്ടുള്ളത്. ഒരു ഗ്രന്ഥത്തിലും ഈ
പച്ചക്കളവ് എഴുതി വെച്ചിട്ടില്ലേ. കാര്യം എന്തെന്നറിയോ? അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വാത്വികനായ പണ്ഡിത കേസരിയായ മുജദ്ദിദായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഇതുപോലെ ഈ പാട്ടൊന്നും പാടൂല, അല്ല എഴുതിയേക്കൂല, അത്ര മനസ്സിലാക്കുക. എന്നിട്ട് നരകത്തെ കാക്കണം മലക്കു എന്ന് പറഞ്ഞിരിക്കുക അത്രേ. അപ്പം മലക്കാണോ അവിടെ ആരുണ്ട് ഇല്ല എന്നുള്ളത് നിശ്ചയിക്കുക. എന്താണ് തങ്ങളെ, എന്താ നിങ്ങൾ ഇത്രയും നാളും പ്രായമായില്ലേ? നരകത്തെ കാക്കണം മലക്കിനാണോ അവിടെ ആര് കയറും ആര് കയറൂല എന്നൊക്കെയുള്ള തീരുമാനിക്കാനുള്ള അധികാരം ആണോ? പിന്നെ മൊയ്തീൻ ഷെയ്ഖിൻ്റെ, നിങ്ങളെ മൊയ്തീൻ ഷെയ്ഖിൻ്റെ മുരീദ് അവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അല്ലല്ലേ പറയേണ്ടത്? ഇനി അല്ല അറിയിച്ചു എന്ന് തന്നെ വെക്കുക. ആരെടുത്ത്? നരകത്തെ കാക്കണ മലക്കിനോട്. നരകത്തെ കാക്കണ മലക്ക് ഇവിടെ മനുഷ്യന്മാരെടുത്ത് വന്നിട്ട് ഇങ്ങനെ തൗതാരിച്ചും കൊണ്ടിരിക്കുക? അതോ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുക? അതോ ടെലഗ്രാമാ? മെയിൽ അയച്ചിട്ടുണ്ടാവും, ഇമെയിൽ അല്ലേ? എന്തിനാ കാക്ക എങ്ങനെ നോണ അറിയണത്? ആയിക്കോട്ടെ, ബാക്കി പറയും. അത് നരകത്തിൻ്റെ ലിസ്റ്റോ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ്, അറിയോ? ആ ലിസ്റ്റ് നോക്കി മനസ്സിലാക്കാൻ മഹാന്മാർക്ക് കഴിയും. അപ്പം എന്തേ പറഞ്ഞേ? അതായത് നരകത്തിലുള്ള ആളുകളുടെ ലിസ്റ്റ്, അതായത് റിസർവേഷൻ, മറ്റുള്ള ആ ഒരു ടിക്കറ്റ് ഒക്കെ ഉള്ളതുണ്ടല്ലോ, ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇവിടുന്ന് മഹാന്മാർ മറ്റേ ലൗഹുൽ മഹ്ഫൂദിലേക്ക് ഇങ്ങനെ തുറിച്ചു നോക്കും, എന്നിട്ട് ഇടങ്ങണ്ണിട്ട് നോക്കിയിട്ട് അവിടെ എഴുതിയതൊക്കെ മായ്ക്കും. അങ്ങനത്തെ പൊട്ടനായ മഹാന്മാരല്ലേ. ലൗഹ എന്താണെന്നറിയില്ല. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഔദാര്യമായിട്ട് ലഭിക്കുന്ന സ്വർഗവും അള്ളാഹു നൽകുന്ന നരകവും. ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ഷഹീദായി കാണപ്പെട്ട ഒരാൾ പോലും അത് നരകാവകാശിയാണെന്ന് റസൂലുള്ള പറയുകയുണ്ടായി. അത് റസൂലുള്ളാൻ്റെ ഒരു പ്രത്യേക ഇതിലല്ല, റസൂലുള്ളാക്ക് വഹ്യ് വന്നു, അള്ളാഹു അറിയിക്കുന്നതാണ്. അള്ളാഹു ആണ് ആര് നരകത്തിൽ ആര് സ്വർഗത്തിൽ എന്നുള്ളതൊക്കെ. പിന്നെ നമ്മൾ ചെയ്ത നന്മയുടെ ഭാഗമായിക്കൊണ്ട് നമ്മളെ വിധിവിലക്കുകൾ എന്നുള്ളൊരു കാര്യമുണ്ട്. അല്ലല്ലാത്തവരെ വിളിച്ചു തീർന്നവരൊക്കെ സ്വർഗ്ഗം, അല്ലാത്ത ജാതി. ഇതിലേക്ക് വലിയ കോമഡി വേറല്ല. 2005 ഏറ്റവും ടോപ്പ് കോമഡി ഏത്? അല്ലല്ലാത്തവരെ വിളിച്ചു തേടിയിട്ട് ഷിർക്ക് ചെയ്യുന്ന ഒരു മുശ്രിക്കാന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ, അതൊക്കെ അവനാൻ തീരുമാനിക്കുക. ഷിർക്ക്, അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ ഷിർക്കാണ്. ആ ചെയ്യണോൻ എന്താ ഏതാ എനിക്കറിയില്ല, അറിയാനിട്ടല്ല, അതിനിപ്പോൾ ഞാൻ പറയാൻ തീരുമാനിച്ചിട്ടില്ല. വേണമെങ്കിൽ സ്വന്തമായിട്ട് ലേബൽ ഒട്ടിച്ചോട്ടെ, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പോലും സ്വർഗത്തിലാത്രേ. അപ്പോൾ പ്രിയമുള്ളവരെ, ഇവിടെ കൂടുതൽ പറഞ്ഞ് ഇതാവുന്നില്ല. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്, ഏതോ ഒരു തമിളൻ്റെ മാലയിൽ ഏതോ തമിളൻ എന്തോ എഴുതി കൊണാപ്പിച്ചു വെച്ചു, അത് പാടിയിട്ട് അത് പ്രമാണാക്കിക്കാണ്. ഏത്? ഒരു സമസ്തയുടെ അധ്യക്ഷനാണ് ഇത്ര ഇയാൾ. ഇങ്ങനെ പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ സജറയുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ്. ആ മാലയിൽ പറഞ്ഞതല്ല, പരിശുദ്ധ ഖുർആന്, സ്വഹീഹായ ഹദീസ്, ഇതാണ് ആ അഭൗതികമായിട്ടുള്ള ലോകത്ത് നടക്കുന്ന അവിടുത്തെ കാര്യങ്ങൾ. അവിടെ നരകത്തെ കാക്കണം മലക്ക് വന്നിട്ട് ഇങ്ങനെ മെയിൽ അയച്ചിക്കുക അത്രേ. പറയും കുറച്ചും കൂടി പറയും. അതിൻ്റെതായ പ്രത്യേകമാവുന്ന ഒരു മാധ്യമം അവരെ കൈവശമുണ്ട്. ഒരു മിനിറ്റ് സംസാരിലൊക്കെ അത് വിശദീകരിക്കുന്നുണ്ട്. ഒരു പ്രത്യേക മാധ്യമം അവരുടെ കൈവശമുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ വാട്സപ്പ്, ടെലഗ്രാം, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ഇമെയിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇനി യാഹു, ജിമെയിൽ എന്താവേ? യാഹു ഇപ്പം ഉണ്ടോ? ഇല്ല ഉണ്ടോ? മാധ്യമം മുതലെടുത്തുണ്ട് എന്നുള്ളത് ഇദ്ദേഹം തന്നെ പറയണ്ടേ. ആ മാധ്യമം എന്താണ്? ആ മാധ്യമം അതായത് അഭൗതികമായ കാര്യങ്ങൾ പ്രവാചകന്മാർക്ക് അതറിയുവാൻ ഒരു മാധ്യമം ഉണ്ടായിരുന്നു. എന്താണ്? അള്ളാഹുവിനും പ്രവാചകനും ഇടയിലുള്ള ഒരു കണ്ണിയാണ് മെസ്സേജുമായിട്ട് വരുന്ന മെസ്സഞ്ചർമാരായിട്ടുള്ള മലായിക്കത്ത്. ഒരു നബി, ഒരു റസൂല്, അവർക്ക് നുബുവത്തുണ്ട്. അവർക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അറിയുകയും ചെയ്യുക. അതാ മാധ്യമം തന്നെയാണ്. അത് ഇൻ്റർനെറ്റും ഗൂഗിളും അല്ലെങ്കിൽ ജെമിനിയൊന്നും അല്ല. ജെമിനി വരുന്നുണ്ടില്ല, ഇൻഷാല്ലാ ജെമിനിയായിട്ട് നമ്മൾ പുതിയ സംഭാഷണങ്ങളുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് തമിളൻ്റെ മാല അടിസ്ഥാനമാക്കി പറഞ്ഞു. എന്നാൽ സിംസാറിലൊക്കെ ഉദവി ഇടയ്ക്കെന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും അത് കുഴപ്പമില്ല, എനിക്കിഷ്ടമാണ്. അദ്ദേഹം ഇതല്ല എന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന് മറുപടി എന്നൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ ആയി തോന്നുന്നില്ല. കാര്യം അവർ രണ്ടു കൂട്ടരും ഒരു കൂട്ട് തന്നെയല്ലേ അല്ലേ? അപ്പോൾ തിരുത്തി പറഞ്ഞാൽ ചിലപ്പോൾ ആകെ പ്രശ്നമാണ്. എന്തായാലും അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം പറഞ്ഞതിന് വിരുദ്ധമാണ്. എന്താണെന്ന് കേട്ടു നോക്കാം. പറയും ഉദവിയെ. അപ്പോ അന്ധമായിട്ട് മനുഷ്യന്മാരെ സ്വർഗത്തേക്ക് ടിക്കറ്റ് കൊടുത്ത ആൾക്കാരുണ്ട്. മനുഷ്യനാക്കിക്കോളൂ, കാപട്യമാണത്. സ്വർഗം ഉറപ്പാണെന്ന് പറഞ്ഞ് ഏതൊക്കെ സംഘടനകൾ പറയുന്നുണ്ടോ, അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ പറയാണത് തെറ്റാണ്, കടുത്ത വിവരദോഷമാണ് ഈ പറയുന്നത്. ഒരു ഷെയ്ഖിന്റെ
അള്ളാഹുവിനെ മുൻനിർത്തി പറയുകയാണ്, ഞാൻ പറയുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അത് കടുത്ത തെറ്റാണ്. അതിൻ്റെ ഒപ്പം പറഞ്ഞത് എന്താണ്? വിവരദോഷമാണ് പറഞ്ഞത്. അപ്പോൾ മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞു വിവരദോഷമായില്ലേ? അല്ല, ആയില്ലേ? ഇനി മുത്തുക്കോയത്തങ്ങൾ പ്രമാണാക്കിയത് തമിളൻ്റെ മാലയാണെങ്കിൽ തമിളൻ്റെ മാല എഴുതിയ വട്ടനും പൊട്ടനും വിവരദോഷം പറഞ്ഞു. ആ വിവരദോഷം ഇയാളെടുത്തിട്ട് വീണ്ടും പറഞ്ഞിട്ട് വിവരദോഷം തന്നെ. വട്ടനും പൊട്ടനും എഴുതിയതാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ആ ഒരു റേഞ്ച് ഇല്ലെങ്കിൽ സജറയല്ല, ഒന്നും ആകാൻ പാടില്ല ദീനിൻ്റെ കാര്യത്തിൽ. അപ്പം ഈ പറയണത് ഇത് ഇങ്ങനത്തെ പറഞ്ഞിട്ടല്ലേ, ഇങ്ങനത്തെ പറഞ്ഞു വെച്ചിട്ട് എനിക്ക് കുഴപ്പമില്ല. ഇവരുടെ വട്ടൻ്റെയും പൊട്ടൻ്റെയും മാലയൊന്നും എൻ്റെ വിഷയമല്ല. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, അവരുടെ മദ്രസയിൽ പഠിപ്പിക്കുക, അവരുടെ വീട്ടിലിരുന്ന് പഠിക്കുക, അവരുടെ പള്ളിയിൽ ഒന്നും എനിക്ക് വിഷയമല്ല. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മനുഷ്യന്മാർക്കിടയിൽ ഞങ്ങളെയും കൂടി വസലാക്കിയല്ലേ എടുത്ത് ചർവിതം ചെയ്യും. ഇതിന് പോസ്റ്റ്മോർട്ടം എന്നല്ല, വേറെ എന്തെങ്കിലും പുതിയ പേര് ജമിനോട് ചോദിക്കണം, പുതിയൊരു പേര് കണ്ടുപിടിക്കണം നമുക്ക് ഇൻഷാ അല്ലാ. പറയൂ സദേ സിംസാർ ഹുദവി, താങ്കൾ പറയൂ, കണ്ടിന്യൂ. ഒരു ത്വരീഖത്തിന്റെയോ ഒരു മദ്ഹബിന്റെയോ അഭിപ്രായത്തിൽ പോലും ഒരാൾക്ക് സ്വർഗം ഉറപ്പാണെന്ന് പറയാൻ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവുകൊണ്ട് പറഞ്ഞ സ്വഹാബത്തിനല്ലാതെ സ്വർഗം ഉറപ്പിക്കാൻ പാടില്ലെന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഷറത്തുൽ മുബശ്ശിരീൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ റളിയല്ലാഹു അൻഹു അർളു അൻഹു എന്നുള്ള ആ ഒരു റേഞ്ച് വെച്ചിട്ട് 15 പറയാറുണ്ട്. നമ്മൾ അവിടേക്ക് കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. അഷറത്തുൽ മുബശ്ശിരീൻ, അതോടൊപ്പം തന്നെ പല ആളുകളും പല റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹ, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ എന്നൊക്കെ പറയലുണ്ട്. എന്നാൽ റസൂലുള്ളാഹി ഫാത്തിമ ബീവിയോട് പറഞ്ഞിട്ടുള്ള എന്താ, റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞിട്ടുള്ള എന്താണ്? ഫാത്തിമ, നീ നിൻ്റെ ശരീരം നരകത്തെ തൊട്ട് സൂക്ഷിച്ചോ. എങ്ങനെ സൂക്ഷിക്കേണ്ടത്? ഇവിടെ ഈ പറഞ്ഞ പോലെ തമിളൻ്റെ മാലയും പാടിയിട്ട് മൊയ്തീൻ ഷെയ്ഖിൻ്റെ മുരീദാകിയേ? അല്ല. അള്ളാൻ്റെ റസൂല് എന്താണോ നമുക്ക് നൽകിയത് അത് മുറുകെ പിടിക്കുക. അത് ദീനുൽ ഇസ്ലാമാണ്, അത് പരിശുദ്ധ ഖുർആനാണ്, സ്വഹീഹായ ഹദീസാണ്. ഈ എത്ര കാലായി സഹോദരന്മാരെ ഇത് പറയണു. എനിക്കാണെങ്കിൽ ഇപ്പോൾ പുതിയ സ്പെഷ്യൽ തെറികളൊക്കെ വരുന്നത്. ഇതിനിടയ്ക്ക് ഒരാളൊരു കമൻറ്റ് ചെയ്തിരുന്നു, അയാളുടെ കമൻറ്റുകളൊക്കെ റിമൂവ് ചെയ്യപ്പെട്ടു എന്നുള്ളത്. പ്രിയമുള്ളവരോട് പറയുവാനുള്ളത്, എന്നെ വളരെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തുന്ന കമൻറ്റുകൾ പോലും എന്നും കമൻറ്റ് ബോക്സിൽ തന്നെ ഉണ്ടാകും. നമ്മൾ അത്തരത്തിലുള്ള കമൻറ്റുകളൊന്നും റിമൂവ് ചെയ്യാറില്ല. പിന്നെ മറ്റുള്ളവരെ, ഒരാളെ വളരെ മോശമായിക്കൊണ്ട് കമൻറ്റ് ചെയ്യുന്ന വളരെ നീചമായ വാക്കുകൾ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാറുണ്ട്. 1. 2, ലീഗൽ പ്രോബ്ലം വന്നേക്കാവുന്ന ഒരു ഇല്ലീഗലായിട്ട് ഉള്ള എന്തെങ്കിലും ഒരു വാക്കോ ഒരു വിഷയം നിങ്ങൾ കമൻ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യും. മറ്റൊന്ന്, ഏതെങ്കിലും ഒരു ലിങ്ക്, ഒരു പക്ഷേ നല്ലതായിരിക്കാം ചീത്തയായിരിക്കാം, ഏത് തന്നെയാണെങ്കിലും പുറത്തു നിന്നുള്ള ലിങ്ക് ദയവ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യരുത്. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യും. കാര്യം, ഒരു ലിങ്ക് തുറന്നത് എന്താണെന്ന് നോക്കി വന്ന് പിന്നെ അത് അവിടെ നിലനിർത്താനൊന്നും ഒരു ലിങ്ക് മാത്രം ഉണ്ടാവും, അതിൻ്റെ വിശദീകരണം പോലും ഉണ്ടാവില്ല. ഇനി ഏത് തന്നെയാണെങ്കിലും ലിങ്കുകൾ ദയവ് ചെയ്തിട്ട് കമൻറ്റിൽ ഇടരുത്, മുൻകൂട്ടി അറിയിക്കാതെ റിമൂവ് ചെയ്യും. പിന്നെ എന്നെ കുറേ അതും ഇതൊക്കെ പറയുന്ന ആളുകളുണ്ട്. നിങ്ങൾ പറഞ്ഞോ, അത് അള്ളാഹു ആണല്ലോ അല്ലേ കാണുന്നവന് മനസ്സിലാക്കുന്നവന്. നിങ്ങൾ എൻ്റെ ചാനലിൽ കമൻറ്റിൽ മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുന്ന അശ്ലീല വാക്കുകൾ, മോശമായ പദപ്രയോഗങ്ങൾ അത് നിങ്ങൾ നടത്തരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യും. ഈ 2-3 കാര്യങ്ങൾക്ക് ആരെയും അറിയിക്കൊന്നുമില്ല. അല്ലാതെ ആദർശപരമായിട്ട്, ആദർശം എന്ന് പറഞ്ഞിട്ട് എന്താ ആദർശമാണ് ഈ പറഞ്ഞ സഹോദരൻ? എന്താ ആദർശമുള്ള? അല്ലല്ലാത്ത മയ്യത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കണം, ഓൻ്റെ ആദർശമല്ലേ? ഇപ്പോൾ എന്തായിക്കോട്ടെ, എൻ്റെ ആദർശം അതാണെങ്കിൽ അത് വെച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു കുണിച്ചെങ്കിൽ ഇവിടെ റിമൂവ് ചെയ്യൂല. കാര്യം എന്തെന്നറിയോ? എനിക്ക് ഒരു കമൻറ്റും റിമൂവ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്നാൽ എൻ്റെ വീഡിയോകൾ കംപ്ലീറ്റ് ചെങ്ങായിയെ അല്ലെങ്കിൽ ചെങ്ങായിമാരെ ഇങ്ങൊക്കെ റിമൂവ് ചെയ്യേണ്ടി വന്നത്. എനിക്കൊരു കമൻറ്റ് ആദർശപരമായിട്ട്, ആദർശങ്ങളെത്തില്ല, ഖിയാമത്ത് നാൾ വരെ നിങ്ങളെത്തി ആദർശം ഉണ്ടാവില്ല, അത് ബോധ്യം എനിക്കുണ്ട്. അത് അഹങ്കാരം പറയല്ല കേട്ടോ. അതിന് സമയമുണ്ടെങ്കിൽ മറുപടി വരും. ഇപ്പോഴൊക്കെ എല്ലാവരും മറുപടി കൊടുക്കുന്നുണ്ട്. ഒരു വിധം മാന്യമായ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എത്തിക്കൊള്ളണമെന്നില്ല, മറുപടി നൽകും. ഇനി മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ നിങ്ങളുടെ കമൻ്റ് അവിടെ ഉണ്ടാവും, തെറിയോ മറ്റുള്ള ഒന്നും ഇല്ലെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് മറുപടി തരാനില്ലാത്ത ഒരു കമൻ്റ് എനിക്ക് ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് ഇല്ല. അതും അഹങ്കാരം പറയല്ല,
കാര്യം അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ ഒരു വീഡിയോക്ക് അര വീഡിയോക്ക് കാ ഭാഗത്തിന് മറുപടി പറഞ്ഞിട്ട് എൻ്റെ വീഡിയോകൾ റിമൂവ് ചെയ്യായിരുന്നു. അപ്പം എൻ്റെ വീഡിയോകൾക്ക് ഇവിടെ 1-2 ആളുകൾ അങ്ങനെ ഉള്ള ആളുകളുണ്ട്. മറ്റൊന്നുമല്ല, നിങ്ങളെടുത്ത് തെറ്റുള്ളത് കൊണ്ടാണ്, നിങ്ങൾ തെറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഞാൻ ഒരു സാരസമ്പൂർണനായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും വലിയൊരു സംഭവം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ പറയുന്നത് ഇപ്പോൾ ഇവിടെ ഈ തങ്ങൾ പറഞ്ഞത് എന്താണ്? നരകത്തെ കാക്കണ മലക്ക് മൊയ്തീൻ ഷെയ്ഖിനോട് പറഞ്ഞിരിക്കണു, നിങ്ങളെ മുരീദാരും നരകത്തിലില്ല എന്ന് പറഞ്ഞിരിക്കണോന്ന് പറഞ്ഞില്ലേ? അതുപോലും മനസ്സിലാക്കാൻ അങ്ങനെ അല്ലെങ്കിൽ സിംസാറിലാക്ക് ഉദവിനെ നിങ്ങൾ തിരുത്തി ഏതെങ്കിലും ഒരാൾ നുണാറില്ലേ? ഞാൻ പറഞ്ഞു സിംസാറിലാക്ക് ഉദവി അവിടെ പറഞ്ഞത് സത്യമാണ്, അതാണ് പ്രമാണം. ഖുർആൻ കൊണ്ടും സ്വഹീഹായ ഹദീസ് കൊണ്ടും അതാണ് സ്ഥാപിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇപ്പുറത്ത് ഇയാൾ പറഞ്ഞേ അത് ആദർശാന്നും പറഞ്ഞ് നടക്കണേ സാധുക്കളെ, നിങ്ങളെടുത്ത് ഒന്നും പറയാനില്ല. കുറച്ചെങ്കിലും ആ കാടിവെള്ളം കുടിച്ച ബുദ്ധിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ആ തലച്ചോറ് എവിടെയെങ്കിലും കൊണ്ടുവച്ച് കുണിച്ച് ആരുടെയും അല്ലേ കാലിലോട്ടിലൊക്കെ വെച്ച് കുണിച്ച് അതൊന്ന് തിരിച്ച് വെച്ചിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കാണ് അല്ലേ. ബുദ്ധി, ഒരു ആവറേജ് ബുദ്ധി അത് വേണം. അത് യുക്തിവാദി ആവണം എന്നല്ല പറയണത്. കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഒരു ആവറേജൊക്കെ വേണം. പൊട്ടനാണ് വെച്ചെങ്കിൽ നമ്മൾ കന്നിന് കാടിവെള്ളം കലക്കി കൊടുത്ത് അതിങ്ങനെ മടപടാന്ന് കുടിക്കും. അത് 2-3 ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളം ഉണ്ടാവും. നമ്മൾ തലേദിവസം തിന്ന പഴത്തിൻ്റെ തൊലി ഉണ്ടാവും, എന്തൊക്കെ പിന്നെ ചോറ് ബാലൻസ് വന്ന ചോറുണ്ടാവും. അങ്ങനെ കന്നൊന്നും ഇപ്പോൾ നമ്മൾ സാധാരണ ഒന്നും കാണില്ല. ഉണ്ടെങ്കിൽ തന്നെ അവരുടെ വീട്ടിലൊക്കെ കാടിവെള്ളം അതിനറിയോ ഇപ്പോൾ 4 ദിവസം പഴക്കമുള്ളതാണ്, നമുക്കൊന്നും തൊടാനും പോലും പറ്റാത്ത തരത്തിൽ കേട് വന്നിക്കണമെന്നൊക്കെ ഇല്ല. അതങ്ങനെ മടമടാന്ന് കുടിക്കും. അങ്ങനെ കുടിക്കല്ലേ നിങ്ങൾ ബുദ്ധി പണയം വെക്കാതെ തലച്ചോറ് വല്ല മൊയിലിയാരെയും എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് തിരികെ വെക്കാതെ ഒന്ന് ചിന്തിച്ച് നോക്ക്. പരിശുദ്ധ ഖുർആൻ സ്വഹീഹ ഹദീസ് അതിലേക്ക് മടങ്ങുന്നല്ലേ പറയുന്നത്. അത്തിഉല്ലാഹ വഅതിഉ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദുഹു ഇലല്ലാഹി വറസൂൽ. ആ ആയത്തിൽ പറഞ്ഞ തന്നെ ഇവിടെയും പറയാനുള്ളത്. നിങ്ങൾ അഭിപ്രായ ഭിന്നത വന്നാൽ ഒരു സുജായി പറഞ്ഞു നോക്കണ്ട. ഏതെങ്കിലും ആ ബട്ടൺ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ഈ ബട്ടൺ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, നമുക്ക് രണ്ടാക്കും കൂടി കൂട്ടിക്കുവച്ചിട്ടുണ്ട് മുണുങ്ങാന്ന് പറഞ്ഞാൽ അതിൽ കാര്യമല്ല എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ അതിൻ്റെ പിന്നെ ദുആ വസിയത്തോടെ നിങ്ങളുടെ സ്വന്തം മൻസൂർ മണ്ണാർക്കാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.